ما این رسالت تاریخی رو امروز درک میکنیم و با تمام قوا انشالله از ایران عزیزمون، از استقلال کشورمون و از نظام جمهوری اسلامی که خود مهمترین حافظ تمامیت ارضی کشور هست با قوت انشالله دفاع میکنیم. നമ്മളിപ്പോൾ കേട്ടത് ഇറാന്റെ ചീഫായിട്ടുള്ള ആർമി ചീഫായിട്ടുള്ള അബ്ദുൽ റഹീം മുസവി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അമേരിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അജയ്യരായിട്ടുള്ള ഒരു രാജ്യം അല്ലെങ്കിൽ യുദ്ധത്തിൽ ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത രാജ്യങ്ങളൊന്നുമില്ല. പണ്ട് വിയറ്റ്നാമിൽ സംഭവിച്ചതും അതുപോലെ തന്നെ അമേരിക്കക്ക് പല സ്ഥലങ്ങളിലും യുദ്ധത്തിൽ അടിയറവ് പറഞ്ഞിട്ടുണ്ട്. ഈവൻ ഇറാഖിൽ പോലും അമേരിക്ക 20 വർഷം എടുത്തു അവിടെ ഒന്ന് ആ അവസ്ഥയിലോട്ട് ഉഴുതു മറിഞ്ഞെടുക്കാൻ. അവസാനം ഇറാഖ് വിട്ട് പോയിരിക്കുകയാണ് അമേരിക്കയുടെ പട്ടാളം. അതുപോലെ തന്നെ വിയറ്റ്നാമിൽ സംഭവിച്ചതും പിന്നെ അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചത് നമുക്കറിയാം. അഫ്ഗാനിസ്ഥാനിൽ കഴിഞ്ഞ വർഷത്തോടു കൂടി അല്ലെങ്കിൽ 2020 കൂടി കംപ്ലീറ്റ് അമേരിക്കയുടെ അവിടുത്തെ എന്താ പറയുക സൈനിക സന്നാഹങ്ങളെ കംപ്ലീറ്റ് പിൻവലിച്ചിട്ടാണ് അമേരിക്ക അവിടെ താലിബാൻ ഭരണം വീണ്ടും വരുന്നത്. അതായത് അമേരിക്കക്ക് ഉഴുതു മറച്ചെടുക്കാൻ പറ്റുന്ന സ്ഥലം അതല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അമേരിക്കയുടെ വരുതിയിലോട്ട് കൊണ്ടുവരാൻ ഈ പറഞ്ഞ ഒരു രാജ്യങ്ങളെ അമേരിക്കക്ക് പറ്റിയിട്ടില്ല. അപ്പം ഒരുപാട് അവിടുത്തെ കാര്യങ്ങൾ അവിടെ എല്ലാ രീതിയിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഒരു ലിമിറ്റിൻ്റെ അപ്പുറത്തോട്ട് അല്ലെങ്കിൽ ഒരു എക്സ്റ്റെൻഡിലോട്ട് അമേരിക്കക്ക് ഈ സ്ഥലങ്ങളിലൊന്നും പിടിച്ചെടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങളാണ് ഈ വിയറ്റ്നാമും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനും ഒക്കെ. അതുകൊണ്ട് തന്നെ അമേരിക്ക ഒരിക്കലും അജയ്യരായിട്ടുള്ള ഒരു രാജ്യം അല്ലെങ്കിൽ അജയ്യരായിട്ടുള്ള ഒരു യുദ്ധ തന്ത്രജ്ഞരൊന്നുമല്ല. അപ്പം ഇറാനിൽ തൊട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രാജ്യങ്ങൾ ഇപ്പം നമ്മൾ ഇറാഖിനെടുത്താലും അഫ്ഗാനിസ്ഥാൻ എടുത്താലും വിയറ്റ്നാമിനെടുത്താലും ഒക്കെ നിങ്ങൾ മാറ്റി നിർത്തിയോ ഇറാൻ അതിനേക്കാളൊക്കെ ഒരുപാട് ശക്തരാണ്. ഒരുപാട് 10 മടങ്ങ് ശക്തരായിട്ടുള്ള ഇറാനെ തൊട്ട് കഴിച്ചാൽ അമേരിക്ക അനുഭവിച്ചിട്ടേ പോകൂ എന്നാണ് ഇറാൻ്റെ ആർമി ചീഫായിട്ടുള്ള ജനറൽ റഹീം മുസവി പറഞ്ഞിട്ടുള്ളത്. ഇത് മാത്രമല്ല ഇതേ സമയത്ത് തന്നെ അമേരിക്കയ്ക്ക് പെൻറ്റഗണിൻ്റെ സൈഡിൽ നിന്ന് അതായത് ട്രംപിന് പെൻറ്റഗണിൻ്റെ സൈഡിൽ നിന്ന് ശക്തമായിട്ടുള്ളൊരു താക്കീതുകൾ വന്നിട്ടുണ്ട്. അതായത് ഇറാനെ തൊടാൻ പോകരുത്, തൊട്ട് കഴിഞ്ഞാൽ വിചാരിച്ച പോലെ 15 ദിവസം കൊണ്ടും 15 മണിക്കൂർ കൊണ്ടും തീർക്കാൻ പറ്റുന്ന ഒരു യുദ്ധമായിരിക്കില്ല, കൊല്ലങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധമായിരിക്കും. അത് അമേരിക്കയുടെ സൈനിക ബലത്തിനെയും അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക സ്ഥിതി മറ്റ് സഖ്യരാഷ്ട്രങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളിലെല്ലാം ഉലച്ചിൽ വരും. അത് അമേരിക്കയ്ക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു തോൽവി തന്നെ ആയിരിക്കും എന്നാണ് പെൻറ്റഗണിൻ്റെ സൈഡിൽ നിന്നുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് യുദ്ധം ഒഴിവാക്കൽ ഒരു നീണ്ടു നിൽക്കുന്ന സൈനിക പോരാട്ടത്തിന് അമേരിക്ക അകപ്പെട്ടു പോകുമെന്നുള്ള ആശങ്കയാണ് പെൻറ്റഗണിൻ്റെ സൈഡിൽ നിന്ന് സംസാരിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇപ്പം അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റായുള്ള വാൻസ് പറഞ്ഞിട്ടുള്ള കാര്യം ഒരു നയതന്ത്ര ചർച്ചകളിലൂടെ തന്നെ ഇത് പരിഹരിക്കണം, അതല്ല ഇത് നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ അടിയായിരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് വാൻസ് ഇന്നലെ വന്നിട്ട് സംസാരിച്ചിട്ടുള്ളത്. മേഖലയിലെ സമാധാനം നിലനിർത്തുക, അതുപോലെ തന്നെ അമേരിക്കൻ സൈനികരുടെ ജീവന് അപകടം ഇല്ലാണ്ടാക്കുക. അതായത് അവർക്കറിയാം അമേരിക്ക ഇപ്പം എടുത്തടിച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ പട്ടാളക്കാർക്ക് ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെടും എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ധാരണ JD വാൻസിനുള്ളത് കൊണ്ട് തന്നെയാണ് പുള്ളി ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന മുന്നോട്ട് വന്ന് പറഞ്ഞത്. ആരാന്ന് വിളിക്കണം, അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റാണ്, പുള്ളിയാണ് ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല ഇറാനിലെ പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പല വാർത്തകളും വരുന്നുണ്ട്. അതിന് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു വാർത്ത ഇന്നലെ വന്നിട്ടുണ്ട്. അതായത് ഈ ഇറാനിയൻ സർവകലാശാലയിൽ അതായത് അവിടുത്തെ ജെൻസി പിള്ളേരാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയ്ക്ക് സപ്പോർട്ട് ചെയ്ത് ഇറാൻ റജീമിനെതിരെ സംസാരിക്കുന്നതെന്ന് പറയുന്നത്. പക്ഷെ അതല്ല, ഇറാഖിലെ സർവകലാശാലയിൽ അമേരിക്കയുടെ ഫ്ലാഗുകൾ കത്തിച്ചിട്ടാണ് അവിടുത്തെ പിള്ളേർ അമേരിക്കയുടെ എതിരെയുള്ള രോഷം കാണിക്കുന്നത്. അതിൻ്റെ ചില വീഡിയോസാണ്, ഇത് കംപ്ലീറ്റ്ലി കാണിക്കാത്തത്, ഹൈഡ് ചെയ്യുന്നത് അതിൽ തീയൊക്കെ വരുന്നത് കൊണ്ടാട്ടോ. അതായത് ടെഹ്റാനിലെ അമീർ കബീർ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികളുടെ കുറച്ച് രംഗങ്ങളാണ് നമ്മൾ ഈ കാണിക്കുന്നത്. അതുപോലെ തന്നെ ടെഹ്റാൻ യൂണിവേഴ്സിറ്റിയിലും അൽ സഹ്ന വനിതാ സർവകലാശാലയിലും ഇതുപോലത്തെ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അമേരിക്കക്കെതിരെ ഞങ്ങൾ ഇറാൻ തിരിച്ചു പിടിക്കും എന്ന് വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഞങ്ങൾക്ക് വേണം. ഇവിടെ പല ആളുകളും വന്നിട്ട് പല രീതിയിൽ എന്താ പറയുക, അമേരിക്കയുടെ CIA ആയിക്കോട്ടെ, ഇസ്രായേലിൻ്റെ മൊസാദ് ആയിക്കോട്ടെ, ഇനി അവിടുത്തെ മറ്റ് കൺട്രികളുടെ ഡിപ്ലോമാറ്റ്സ് ആയിക്കോട്ടെ, മറ്റ് കൺട്രികളുടെ എംബസി ത്രൂ ഒക്കെ ഇറാനെ തകർക്കാൻ വേണ്ടി ഇവർ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്നും പറഞ്ഞിട്ടാണ് വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള സമരങ്ങൾ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യവ്യാപകമായിട്ട് ഇങ്ങനെ എന്താ പറയുക ഇത്തരത്തിലുള്ള അമേരിക്കക്കെതിരെയുള്ള ഒരുപാട് പ്രൊട്ടസ്റ്റുകളും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇറാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും വളരെ ചില ചാനലുകൾ മാത്രമേ പുറത്തോട്ട് വിടാറുള്ളൂ. തിരിച്ച് ഇറാനെതിരെയുള്ള പ്രൊട്ടസ്റ്റുകളാണെങ്കിൽ ലോകത്തുള്ള സകല ചാനലുകളും ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി പുറത്തുവിടും. കാരണം അമേരിക്കക്ക് വിധേയപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന ആളുകളായിരിക്കും ഈ പറഞ്ഞവന്മാരെല്ലാം. State media also reported chants at Tehran University and unrest at Al-Zahra University, an all-women institution in the capital, where students were seen chanting, "We'll reclaim Iran." The demonstrations come at a perilous moment. അതുപോലെ തന്നെ US-ൻ്റെ സൈനിക കമാൻഡേഴ്സ്, അതായത് ചീഫ് ഓഫ് കമാൻഡേഴ്സ് എല്ലാവരും കൂടെ ട്രംപിന് ചില എന്താ പറയുക മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് വെനിസ്വേലയല്ല,
ഇറാൻ വെനിസ്വലയെ പോലെയല്ല എന്നും അത്യാധുനിക മിസൈൽ സംവിധാനങ്ങളുണ്ട്. പോരാത്തതിന് റഷ്യ, ഉത്തര കൊറിയ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ നമുക്ക് പോലും അറിയാത്ത രീതിയിലുള്ള സപ്പോർട്ട്സ് ഇവർ കൊടുക്കുന്നുണ്ട്. അത് ആയുധ സപ്പോർട്ടുകളാണെങ്കിലും ഇൻ്റലിജൻസ് സപ്പോർട്ടുകളാണെങ്കിലും സാറ്റലൈറ്റ് സപ്പോർട്ടുകളാണെങ്കിലും ഇറാന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അത്തരത്തിൽ ഈ നിൽക്കുന്ന ഇറാനോട് നമ്മൾ നേരിട്ട് അടിച്ചു കഴിഞ്ഞാൽ സഖ്യകക്ഷികളുമായിട്ടുള്ള പോരാട്ട വീര്യമുള്ള രാജ്യമാണ് ഈ ഇറാൻ. അതായത് ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ ഓൾറെഡി റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഹൂത്തികളും ഹിസ്ബുൾ ഇവരൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഒരു മിസൈൽ അല്ലെങ്കിൽ ഇനിയിപ്പം വളരെ താഴ്ന്ന ഒരു റോക്കറ്റെങ്കിലും വിട്ടിട്ട് ഈ പറഞ്ഞ അമേരിക്കക്കെതിരെ ഒരു റോക്കറ്റെങ്കിലും വിടാൻ പറ്റുന്ന ആളുകളാണ് ഇവരൊക്കെ. അതുകൊണ്ട് US സൈനിക കമാൻഡേഴ്സ് ട്രംപിന് വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല ആഗോള സംഘർഷത്തിനുള്ള സാധ്യത ഇവിടെ വളരെയധികമാണ്. ഈ ഇറാനെതിരെയുള്ള നീക്കം അമേരിക്കയ്ക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം രൂക്ഷമാകുന്ന യുദ്ധമായി മാറിയേക്കുമെന്നുള്ളതും ഇതൊരു പ്രാദേശിക സംഘർഷത്തെ ആഗോള യുദ്ധമാക്കി മാറ്റാനുള്ള സാധ്യതകൾ വളരെയധികമാണ്. അപ്പോൾ പെൻറ്റഗണിൻ്റെ ആശങ്കകൾ ഇതൊക്കെ തന്നെയാണ്. ആഴ്ച കൊണ്ട് അവസാനിക്കാത്ത വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന വലിയ ചൂതാട്ടമായിരിക്കും ഇത് എന്നാണ് US-ന്റെ ചീഫ് ഓഫ് കമാൻഡിങ് ജനറൽസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പം ഈ തൊടാൻ പോകേണ്ട, തൊട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളും എന്നാണ് US-ന് അല്ലെങ്കിൽ ട്രംപിന് കിട്ടിയിട്ടുള്ള ഉദ്ദേശം. പക്ഷേ ട്രംപ് ഒരു ബട്ടൺ ആയതുകൊണ്ട് എന്ത് ചെയ്യും എന്നാണ് ആർക്കും ഒന്നും പ്രവചിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. തുടക്കത്തിലെ ഇറാൻ്റെ ചീഫ് ഓഫ് ആർമി പറഞ്ഞ പോലെ തന്നെ മറ്റ് ഇറാൻ്റെ വിദേശകാര്യ വക്താക്കളും വ്യക്തമായിട്ട് ഇന്നലെ 23-ാം തീയതി വന്നിട്ട് അവർ ഇന്നലെ ഒരു മീറ്റിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ചർച്ച ഒരു വഞ്ചനാപരമായിട്ടുള്ള ചർച്ചയാണ് തോന്നിക്കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ ഞങ്ങൾ തിരിച്ചടിക്കും. അതായത് ഇത്തരം ചർച്ചകൾ, ആണവ ചർച്ചകളും ഉപരോധങ്ങളും നീക്കുന്നതിനുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഇറാൻ അത്രയും ജാഗ്രത പുലർത്തുന്ന നിലപാടുകളാണ് ഇറാൻ സ്വീകരിക്കുന്നത് എന്നാണ് പുള്ളി പറയുന്നത്. ഇതൊരു ഫാൾസ് നെഗോസിയേഷൻ ആണെങ്കിൽ, അതായത് വ്യാജ ചർച്ചയാണെങ്കിൽ അതിൽ വഞ്ചിതരാകാണ്ടിരിക്കാനുള്ള എല്ലാ പ്രിക്കോഷൻസും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ചർച്ച പ്രക്രിയയെ വഞ്ചനയ്ക്കുള്ള ഒരു ഉപാധിയായി ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്നും ഇറാൻ പ്രസ്താവിച്ചു. ഇത്തരം ചർച്ചകളിലെ മുൻകാല അനുഭവങ്ങൾ തള്ളിക്കളയാനോ വിസ്മരിക്കാനോ കഴിയില്ല എന്നും ഈ ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് മുമ്പ് ഇതുപോലത്തെ പല ചർച്ചകളും ഒരു തരം പറ്റിക്കുന്ന രീതിയിൽ വഞ്ചനാപരമായിട്ടുള്ള ചർച്ചകളായിരുന്നു. ചർച്ച നടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ കണക്കിലെടുത്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചു എന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാം വിട്ടങ്ങ് വരുന്നതല്ല, ഞങ്ങൾ എല്ലാ രീതിയിലും പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അമേരിക്കയുടെ ക്രൂരമായിട്ടുള്ള ഉപരോധങ്ങൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ ആണവ പ്രശ്നങ്ങളിലുള്ള നമ്മുടെ ഇടയിലുള്ള ഇഷ്യൂസ് നമുക്ക് സംസാരിച്ച് തീർക്കാൻ പറ്റും. അപ്പം അത്തരത്തിലുള്ള ഉപരോധങ്ങൾ നീക്കണം എന്നുള്ളതാണ് ഇന്നലെ പുള്ളി വന്ന് സംസാരിച്ചിട്ടുള്ളത്. ഇനി ചർച്ചകൾ നല്ല ഫലം ലഭിക്കുകയാണെങ്കിൽ, ഇരുപക്ഷവും സന്മനസ്സോടെ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഇറാൻ എപ്പോഴും സ്വാഗതം ചെയ്യും. ഏതായാലും ഇസ്രായേലിനെ ഒരു രീതിയിലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ് ഇറാൻ്റെ സൈഡിൽ നിന്നുള്ള വ്യക്തമായിട്ടുള്ള ഇത്. അത് കറക്റ്റാണ്. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കൂട്ടം തന്നെയാണ് ഇസ്രായേൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും അവിടുത്തെ ഒരു വിഭാഗം ഇത്തരം ഈ സയനിസം ഉള്ളിൽ കുത്തി നിറച്ച് നടക്കുന്ന ആളുകളും. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഇന്നലെ രാത്രിയുള്ള കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുള്ള അപ്ഡേറ്റ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇതാണെങ്കിലും നമുക്ക് കാത്തിരുന്ന് കാണാം. യുദ്ധം ഒന്നിനൊരു പരിഹാരമല്ല. യുദ്ധം ഇല്ലാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.